കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചും സോൺ 1-ലും 3-ലുമാണ് തിരച്ചിൽ നടത്തുക. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് വയനാട്ടിലേക്ക് എത്തും. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും ഉടൻ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറും. ലിൻഡോ നമുക്കൊപ്പം ചേരുന്നുണ്ട് വയനാട് നിന്ന് തത്സമയം. ലിൻഡോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയാണ് ലിൻഡോ ക്രമീകരിച്ചിരിക്കുന്നത്? പിന്നെ മഴയുണ്ടോ? ഗുഡ് മോർണിംഗ് സേതു. ഈ കള്ളാടി ദുരന്ത മേഖലയിൽ ഈ 4ാമത്തെ ദിവസമാണ്, തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങുന്നത്. 7 മണിയോടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ തന്നെ NDRF സംഘാംഗങ്ങളും ഫയർഫോഴ്സ് സംഘാംഗങ്ങളും അടക്കം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും ഈ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെ 6 പേരുടെ മൃതദേഹങ്ങളാണ് ഈ ഭാഗത്തു നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. 6 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി 2 പേരെ കൂടിയാണ് ഈ ഭാഗത്തു നിന്നും കണ്ടെത്താനുള്ളത്. ഈ 2 പേർ വിക്രം റാണ, രാകേഷ് കുച്ച് എന്നീ പറയുന്ന ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഈ 2 പേരെയാണ് ഇപ്പോൾ നിലവിൽ കാണാതായിട്ടുള്ളത്. ഇവരെ കൂടിയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇനി തിരച്ചിൽ തുടരുന്നത്. എന്തായാലും ഈ 4 സോണുകളിലായിട്ടാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ തിരച്ചിൽ തുടരുന്നത്. ഈ ദുരന്ത മേഖലയെ 4 സോണുകളായി തിരിച്ച് NDRF സംഘം, ഫയർഫോഴ്സ് സംഘം, സൈന്യം ഉൾപ്പെടെയുള്ള സംഘങ്ങളെ 4 ഭാഗങ്ങളിലായി തിരിച്ചിട്ടാണ് ഈ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ മീനാക്ഷി പാലത്തിന്റെ അപ്പുറയും ഇപ്പുറയുമുള്ള സൈഡുകൾ, ഈ രണ്ട് ഭാഗങ്ങളെയാണ് 1ഉം 3ഉം സോണുകളായി തിരിച്ചിരിക്കുന്നത്. ഈ 1ഉം 3ഉം സോണുകളിലാണ് പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടത്തുക. കൂടാതെ മീനാക്ഷി പുഴയിലും ഇന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ 1ഉം 3ഉം സോണുകളിലായിട്ടാണ് കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം 3 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് 1ാമത്തെ സോണിൽ നിന്നും 1 മൃതദേഹവും 3ാമത്തെ സോണിൽ നിന്നും 2 മൃതദേഹങ്ങളുമാണ് കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ കണ്ടെത്തേണ്ട 2 പേരെ കൂടി ഈ ഭാഗങ്ങളിലാകാം ആകുക എന്ന നിഗമനത്തിൽ നിന്ന് ഈ 1ഉം 3ഉം സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ വിദഗ്ധ ഈ സംഘം ഈ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 7 മണിയോടുകൂടി ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും. ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 7 മണിയോടുകൂടി വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ അധികൃതർ ഇന്ന് സ്ഥലം പരിശോധിക്കുകയും ഈ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തും. കൂടാതെ റവന്യൂ മന്ത്രി